വാട്സപ്പിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് അയക്കുമോ? വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുമോ? അതല്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. എങ്ങനെയാണ് ഇത് അറബിയിൽ പറയുക? അറബിക്യൂനിയുടെ ഏറ്റവും പുതിയ അറിവിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പലപ്പോഴും ഇത്തരം പുതിയ വിവരങ്ങളൊക്കെയും പറയാൻ നമുക്ക് പലർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. അതിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, വാട്സപ്പിന് വാട്സാപ്പ് എന്ന് തന്നെയാണ് പറയുക. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, طريق വാട്സാപ്പ്, വാട്സപ്പ് വഴി, طريق വഴി. നമുക്കറിയാമല്ലോ, طريق എന്ന റോഡിന് പറയും. അതുപോലെ طريقي ഞാൻ മുഖേന എന്ന് പറയാറുണ്ട്. അതാണ് വാട്സപ്പ് വഴി എന്ന് പറയാൻ. ഓക്കെ, طريق വാട്സാപ്പ്, വാട്സപ്പ് വഴി. ഓക്കെ, അപ്പോൾ അർസില്ലി റിസാല സൗത്തിയ. ഞാൻ ഒന്നുകൂടി പറയാം. അർസിൽ താങ്കൾ അയക്കുക, ലീ എനിക്ക്, റിസാല സൗത്തിയ ഒരു വോയിസ് മെസ്സേജ്. റിസാല എന്ന് പറഞ്ഞ മെസ്സേജ് എന്നാണ്, സൗത്ത് സൗണ്ട്, സൗത്തിയ എന്ന് പറഞ്ഞാൽ വോയിസ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റിസാല സൗത്തിയ. ഒന്നുകൂടി ഞാൻ പറയാം. അർസില്ലി ലോ സമയത്ത് അർസില്ലി റിസാല സൗത്തിയ. സർ, ദയവായി ഒരു വോയിസ് മെസ്സേജ് അയക്കുവാൻ. ഓക്കെ, ഞാൻ അങ്ങോട്ട് അയക്കാമെന്ന് പറയാം. എങ്ങനെ പറയാം? അന ബർസില്ലക് റിസാല സൗത്തിയ. ഒന്നുകൂടി പറയാം. അന ബർസില്ലക് റിസാല സൗത്തിയ. ഞാനൊരു വോയിസ് മെസ്സേജ് താങ്കൾക്ക് അയക്കാം. ഇനി ഞാൻ അദ്ദേഹത്തിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. والله أنا أرسلت له رسالة صوتية ما رد علي حتى هو ما شاف. അദ്ദേഹം അത് കാണുക പോലും ചെയ്തിട്ടില്ല. എനിക്ക് മറുപടി മാ റദ്ദ അലയ്യ, എനിക്ക് മറുപടി തന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ചില വാക്കുകളാണത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിൽ പോവാണ്, ഇൻഷാ അല്ലാഹ് യാ അമ്മന ലമ്മ യുസല്ലൽ ബലദ് അന ബർസിലക് റിസാല സൗത്തിയ. ഞാൻ അവിടുത്തെ ശേഷം ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് മെസ്സേജാണ് ഞാൻ അയക്കുക. മാഫി വാട്സപ്പ് മാ യഷ്തഗൽ. എൻ്റെ വാട്സപ്പ് വർക്ക് ചെയ്യുന്നില്ല. വാട്സാപ്പ് മാ യഷ്തഗൽ, അല്ലെ മാ യഷ്തഗൽ എന്ന് പറയാം. അതുപോലെ വേറെ വാക്കുകളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ റിസാല നസിയ എന്നാണ് പറയാം. ഇത് നസ, നോന് സ്വാദാണ് ഇവിടെ എഴുതി തരും നിങ്ങൾക്ക്. പിന്നെ റിസാല നസിയ ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് നിങ്ങൾക്ക് അയക്കുക. ഓക്കെ, ഇനി ഇതിൽ തന്നെ സാധാരണക്കാർ പറയുന്ന വേറെ ഒരു വാക്ക് ദുബൈയിൽ ഉപയോഗിക്കും. ദുബായ് പ്രദേശങ്ങളിലൊക്കെ തർഷി എന്ന് പറയും. തർഷലി മസജാത്ത്, തർഷലി റിസാല മാഫി മുഷ്കില, തർഷലി റിസാല. താങ്കൾ എനിക്കൊരു മെസ്സേജ് അയക്കൂവൻ. ഓക്കെ, അവിടെ മെസ്സേജ് എന്നതിനെ അറബീകരിച്ച് തന്നെ മസാജ് എന്ന് പേര് പറയും. അപ്പോൾ അങ്ങനെ തർഷലി മസാജാത്ത് വല്ലാഹി ഫുൾ എന്ന് പറയുന്നത് ഫുൾ എന്നാണ്. യാ അഖി ജവാൽ മുഷ്കില അത്ലാൻ അലസാസ് മസജാത്ത് ഫുൾ. അത് മെസ്സേജുകൾ ബഹുവചനമാക്കിയിരിക്കണം. ഇംഗ്ലീഷിനെ അറബിയാക്കി അതിനെ ബഹുവചനമാക്കി. മസജാത്ത് ഫുൾ, മെസ്സേജുകൾ വന്നിട്ട് മൊബൈൽ ഹാങ് ആയി. അത്ലാൻ ജവാൽ അത്ലാൻ അലസാസ് മസജാത്ത് ഫുൾ മെസ്സേജ്. അപ്പോൾ ആ വാക്കിനെ നിങ്ങൾ ഇതിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കുക. തർഷലി മെസ്സേജ് സൗത്തിയ, ഒരു വോയിസ് മെസ്സേജ് താങ്കൾ അയക്കുക. അങ്ങനെ തർഷിലേക്ക് മെസ്സേജ്. അപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിലും ലഹ്ജ ഹിജാസിയയിലും തർഷിഷ് എന്ന് പറയാറില്ല. അർസിൽ എന്ന കറക്റ്റ് അറബിയാണ് പറയുക. ഓക്കെ, ഈ അർസിലിന് ഞാൻ പറയുമ്പോൾ അർസിൽ എന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്യുക എന്നാണ്. അർസിലി റിസാല. നിങ്ങൾ എനിക്ക് പഴയ കാലത്തൊക്കെ കത്തയക്കലുണ്ടായിരുന്ന അർസിലി റിസാല ഇലക്ട്രോനിയ എന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. ഇമെയിലിൽ പറയും റിസാല ഇലക്ട്രോനിയ, ഇലക്ട്രോണിക് ലെറ്റർ എന്ന് പറഞ്ഞ ഇമെയിലാണല്ലോ. അവിടെ സാധാരണ പറയുന്ന ഒരു വാക്കാണ് പിന്നെ ഇർസാല്, മർസൂല് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പഴയകാലം മുതൽ ഇസ്ലാമിക് ഒരു ഗ്രന്ഥങ്ങളിലൊക്കെ മുർസലീങ്ങൾ എന്ന് പറയുമല്ലോ. അതാണ് അയക്കപ്പെട്ടവർ, ദൈവദൂതന്മാർ എന്ന് പറയുന്നതിനാണ് മുർസൽ എന്ന് പറയുക. റസൂല് ഒക്കെ പറയുന്ന അതാണ്, അതിൽ നിന്ന് വന്നതാണ്. ഇപ്പം ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതാണ്. ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇന്ന ആളുടെ കെയർ ഓഫിലാണ്, ഞാൻ മാനേജർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്, അതിനൊരു കൃത്യമായ വേർഡ് പറഞ്ഞു തരുമോ എന്നൊരു ചോദിക്കാറുണ്ട്. അതിന് ഞാൻ പറഞ്ഞുതരാം. അന മർസൂൽ മിൻ മുദീർ ആം, ജനറൽ MD പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കെയർ ഓഫ് എന്നാണ് മർസൂൽ എന്ന് പറയാറ്.
ഞാൻ പലപ്പോഴും റിയലി പറഞ്ഞാൽ കോടതിയിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഹിഷാം സാറ്. അപ്പോൾ എപ്പോഴും ഞാനൊരു വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ അന മർസൂൽ മിൻ ഹിഷാം എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ സൗണ്ട് കേൾക്കാൻ മതി. അന മർസൂൽ മിൻ ഹിഷാം ഹമ്മദി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ ഒരു ഉയർന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി അല്ലെ അദ്ദേഹത്തിന് ദൂതനാണ് വന്നത് എന്ന് തോന്നുമ്പോൾ നമുക്ക് വലിയ പരിഗണന കിട്ടും. അദ്ദേഹത്തിന് അറിവോടുകൂടിയാണ് ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് സമ്മതപ്രകാരം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഒരു പോലീസ് മേധാവിയെ നിങ്ങൾ കാണാൻ പോകുന്നു. ആ സമയത്ത് ആ നാട്ടിൽ തന്നെ വലിയ ഒരു മന്ത്രിയുടെ മർസൂൽ മിൻ വസീർ, ഈ ഒരു മന്ത്രിയുടെ കെയർ ഓഫിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കില്ലേ? അപ്പോൾ ആ സ്റ്റേജിലുള്ള ആളുകളുടെ ദൂതനായാണ്, അല്ല അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ വരുന്നത് എന്ന് പറയാൻ അങ്ങനെയാണ് ഉപയോഗിക്കുക. അന മർസൂൽ മിൻ ഹിഷാം, അന മർസൂൽ മിൻ വസീർ, അന മർസൂൽ മിൻ അഹ്മദ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇർസാലിയ, റിസാല എന്നൊക്കെ പറയാൻ സെൻഡ് ചെയ്യുക എന്നതിനാണ്. അന ബർസില്ലക്ക്, അന ബർസില്ലക്ക് ബാദ ഷോയ, ഞാൻ ഒരല്പം കഴിഞ്ഞിട്ട് അയക്കാം. അർസലി റഖം അഹമ്മദിന് നമ്പർ ഒന്ന് എനിക്ക് അയക്ക്. അന ബർസില്ലക്ക് അൻ തരീഖ് വാട്സാപ്പ്, അന ബർസില്ലക്ക് അൻ തരീഖ് വാട്സപ്പ്, വാട്സപ്പ് വഴി ഞാനത് അയച്ചു തരാം. ഓക്കെ, വളരെ സുപ്രധാനമായ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:30 അതേപോലെ തന്നെ വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കും ഒരു ഫ്രീ വെബിനാർ വളരെ വിശദീകരിച്ചുകൊണ്ട് ഓരോ ആഴ്ചയിലും പുതിയ ടോപ്പിക്കുമായി ഞാൻ വരുന്നു. 100 ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെയും അതിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശുക്രൻ ലക്കും വല്ലഹ് ഫർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.